ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജവാദിയൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജാതിക്ക കൊണ്ടുള്ളൊരു അച്ചാറാണ്. ഇത് ജാതിക്ക ഞാൻ ആവി കയറ്റിയിട്ട് അച്ചാർ പൊടിയും ഉപ്പും തീമി വെച്ചതാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക്, കറിവേപ്പില സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിതാ പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിക്കണം. രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഒഴിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കത് കടുക് പൊട്ടിക്കാം. അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിക്കാം. സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്, ചെറുതായി പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ കറിവേപ്പില എടുക്കുന്നത്. കറിവേപ്പില വിഞ്ഞ വനമായിരുന്നു. അപ്പോൾ നമുക്ക് പറിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് നമ്മളെല്ലാം ചെറുതാക്കി മുറിച്ചു കൊടുത്താണ്. ഇപ്പൊ വീണ്ടും കിളിത്ത് വന്നിട്ടുണ്ട്. എന്റെ മോളുടെ കളി സാധനങ്ങളാണ്. അര സ്പൂൺ ഉലുവായി എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇടുമ്പോൾ എല്ലാവരും കുഞ്ഞിട്ടിടണം. മേത്തോട്ട് ഇതാകാതെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കാന്താരി മുളക് ഉണക്കി വെച്ചതാണ്. അതാകുമ്പോൾ കുറേ നാളെ നമുക്ക് ഇരുന്നോളും. ഉണക്കി ഞാനിപ്പോൾ ഫ്രിഡ്ജ് വെച്ചാണ്. എപ്പോഴും കാന്താരി മുളക് കിട്ടില്ല. എന്നിട്ട് ഒരു സ്പൂൺ അച്ചാർ പൊടി ഇട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല കളറും ഒക്കെ കിട്ടും. കാശ്മീരി ചില്ലി ചേർത്ത് കുറച്ച് കടുക് പൊടിച്ച് വെച്ചതാണ്. കടുക് ഇതിട്ട് പൊടിച്ചാണ് കുറച്ച് ചേർത്തത്. കുറച്ച് ഉലുവ പൊടിച്ചത്. നേരത്തെ നമ്മൾ പച്ച ഉലുവ ഇട്ടുണ്ടാകും. കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത്. കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി അച്ചാറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത സാധനമാണ് കായപ്പൊടി. അച്ചാർ പൊടിയിൽ അതൊക്കെ ഉണ്ടെങ്കിലും ശേഷം കുറച്ച് 2 സ്പൂണോളം തിരുമ്മി വെച്ച ജാതിക്ക, ആവി കയറ്റി തിരുമ്മി വെച്ച ജാതിക്ക. ക്യാമറമാൻ വന്നും പോയി തിന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് വയറിനൊക്കെ നല്ല ഇതാണ്. വയറുവേദന നമ്മൾക്ക് പല ഇതിനും നല്ലതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തുണ്ട്. നല്ല എരിവൊക്കെ ഉണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിന് കാന്താരിയും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എരിവും പോലെ ഇതും പോലെ. പിന്നെ അതിലേക്ക് ഇത്തിരി കൂടി ഗ്രേവി വേണ്ടവർക്ക് ഇത്തിരി തിളപ്പിച്ചാക്കിയ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ ഗ്രേവി. അപ്പോൾ ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവിയായി. ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ വളരെ സിമ്പിളാണ്. അച്ചാർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് ജാതിക്കുന്നുണ്ട്. നമുക്ക് ഒരു കേടുമില്ല, നല്ലതുമാണ്. കുട്ടികൾക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. കുറച്ചെടുത്ത് അച്ചാറിട്ട് ബാക്കി കുറച്ചെടുത്ത് ഞാൻ ഉപ്പിലിട്ട് വെച്ച്. ഉപ്പും കാന്താരി മുളകും കുറച്ച് ലേശം വിനാഗിരി ഉണ്ടാവില്ല. ഇരുമ്പെന്നാൽ എന്നിട്ട് ഇട്ട് അങ്ങനെ വെച്ച് പിള്ളേർക്ക് ഇടയ്ക്ക് ഞാൻ കുടിക്കുന്നത് നല്ലതാണ്. ജാതിക്കുണ്ട്. ഞങ്ങൾ അയൽവാസിയും കൂടി കൊച്ചിനെ കണ്ടിട്ടില്ലല്ലോ. സൂപ്പറാ. എന്താ അച്ചാറാണെന്ന് മനസ്സിലായിട്ടില്ല. ടേസ്റ്റ് ചെയ്യാൻ ഒരാളെ കിട്ടിയിട്ടാണ്.
നമ്മൾ രണ്ടാമത് ഉണ്ടാക്കാൻ പോണ ഒരു അച്ചാറാണ് മിക്സഡ് വെജിറ്റബിൾ. അതിന് വേണ്ടിയുള്ള എണ്ണ നമ്മുടെ ചട്ടി ചൂടായി രണ്ടാമത്തെ അച്ചാറ് മിക്സ് ചെയ്ത് വെക്കുക. കടുക് പൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് ഉലുവ ഇടുകയാണ്. ഉലുവ പൊടി ഇടുന്നതുകൊണ്ടാണ് അത് കുറച്ചുള്ളത്. ഞങ്ങൾ ആ അച്ചാറുണ്ടാക്കി തട്ടി തന്നെ അതുകൊണ്ട് അച്ചാർ തന്നെ ഉണ്ടാക്കുന്നത് കഴിയാതെ അതിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. കാന്താരി മുളക് ഇട്ടു, ഇഞ്ചി അരിച്ചതായിരുന്നു വെച്ചത്, വെളുത്തുള്ളി ഇട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടു. ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കടുക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ അച്ചാറിൻ്റെ ആവശ്യത്തിന് കുറച്ച് അധികം കൊടുക്കരുത്. കുറച്ച് ഉലുവ പൊടിച്ചത് നമ്മൾ ഉലുവ പൊടിയാത്ത കറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കായപ്പൊടി. കായം വയറിനെല്ലാം നല്ലതാണ്. അപ്പം ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അധികം കൂടിക്കഴിഞ്ഞാൽ കഴിക്കൂട്ടോ, ഓവറാകരുത്. രണ്ട് പച്ചലും മുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചലും മുളക് ഇട്ട് കഴിയുമ്പോൾ അത് കാശ്മീർ ചില്ലിയുടെ പച്ചമുളകാണ്. എരിവൊന്നും ഉണ്ടാവില്ല. കാശ്മീരി ചില്ലി, ഒരു വിനാഗിരി, ആവി ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണ്. ആവിയേറ്റ് വെച്ച വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സഡ് വെജിറ്റബിളാണ്. ക്യാരറ്റ് എല്ലാം ഞാനുണ്ട്. ക്യാരറ്റ്, പാവക്ക നമുക്ക് ശരിക്കും ഒന്നുകൂടി പൊരിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാലും ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് പഞ്ചസാര എരിവ് കൂടുതലുണ്ടാവും. ഇത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ആവി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പൊരിച്ചിട്ടിട്ടാൽ മതി. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പാവക്ക ഒന്ന് പൊരിച്ചിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൈപ്പൊട്ടും അറിയത്തില്ല. എനിക്ക് ഇച്ചിരി എരിവുള്ളതുകൊണ്ടാണ് പഞ്ചസാരയും കൂടി ചേർത്ത് കുറവാണ്. അപ്പം ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് വീണ്ടും കുറച്ചിട്ടോളൂ. കുറച്ച് ഗ്രേവിയാണല്ലോ അത് തിളച്ച് ഒരുമാതിരി അച്ചാറിട്ടാണ് നമുക്ക് പിള്ളേരെ കഴിപ്പിക്കാം. അച്ചാറാവുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ. നമ്മുടെ ജാതിക്കച്ചാറും വെജിറ്റബിൾ അച്ചാറും റെഡി ആയിരിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.